നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം കൂർക്കം വലി എന്നുള്ളതാണ്. വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ബിനു കൃഷ്ണനാണ്. ഡോക്ടർ ബിനു കൃഷ്ണൻ തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ ചെസ്റ്റ് ഫിസിഷ്യനാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, കൂർക്കം വലി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ്. 50% പേർ കൂർക്കം വലിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. എന്താണ് ശരിക്കും കൂർക്കം വലി? എത്രമാത്രം ഇത് കോമൺ ആണ്? എത്രമാത്രം കാണപ്പെടുന്നുണ്ട് കൂർക്കം വലി? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പഠനങ്ങൾ തെളിയിക്കുന്ന ഏതാണ്ട് 50% ആൾക്കാരിലും കൂർക്കം വലി സർവ്വസാധാരണമാണ്. അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ 50% ആൾക്കാരും കൂർക്കം വലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പുരുഷന്മാരിലാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ കാണുന്നത്. കാരണം നമുക്ക് വ്യക്തമല്ല, പക്ഷെ പഠനങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ അഡൽസിലാണ് കൊച്ചുകുട്ടികളെക്കാൾ കൂടുതൽ കാണുന്നതും മുതിർന്നവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 50% പേരും ഹാബിച്വൽ സ്നോറേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ സ്ഥിരമായി കൂർക്കം വലിക്കുന്നവർ. ഒന്ന് കിടന്നാൽ മതി, അല്പം ഒന്ന് ഉറങ്ങിയാൽ മതി, പെട്ടെന്ന് കൂർക്കം വലി തുടങ്ങും. അതാണ് ഹാബിച്വൽ സ്നോറർ. ഏതാണ്ട് 50% പേരും ഈ ഹാബിച്വൽ സ്നോറർ വിഭാഗത്തിലാണ് പെടുന്നത്. അത്രത്തോളം കോമൺ ആണ് ഈ കൂർക്കം വലി അസുഖം. ഈ കൂർക്കം വലി എന്ന് പറയുമ്പോൾ അതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നവർ കുറച്ചായിരിക്കും. എങ്ങനെയാണ് ഇതൊരു രോഗമാകുന്നത്? കൂർക്കം വലി എന്താണെന്ന് നമ്മൾ അറിയുന്നത് മുന്നേ തന്നെ നമ്മൾ ആ ശ്വാസനാളം എന്താണെന്ന് അറിയണം. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള പോർഷൻ ഏതാണ്ട് ശ്വാസനാളം എന്ന് പറയും, എയർവേ എന്ന് പറയും. നോർമലി ശ്വാസം ഉള്ളിലോട്ട് പോകുന്നു, പുറത്തേക്ക് വരുന്നു, പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു തടസ്സം, അതായത് മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള പോർഷനിൽ എന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ മസിൽസ് വീക്കാണെങ്കിൽ ആ ഭാഗത്തുണ്ടാകുന്ന വൈബ്രേഷൻ ശബ്ദം, അതാണ് ഈ കൂർക്കം വലി എന്ന് പറയുന്ന ശബ്ദം. ഈ തടസ്സമാണ് പല രോഗങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അത് ഉറക്കത്തിലുള്ള ഓക്സിജൻ ഇല്ലായ്മ, അതാണ് സ്ലീപ്പ് ആപ്നിയ. സ്ലീപ്പ് ആപ്നിയയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെയും കൂർക്കം വലിയാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് വേങ്ങരുന്ന് ഹനീഷോ? അനീഷ് ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സർ പറഞ്ഞോളൂ. ഹലോ സർ പറഞ്ഞോളൂ, കേൾക്കാം. അനീഷ് ചോദിച്ചോളൂ. ഹലോ. എന്റെ മകനെ അതെ, ഒരു 4.5 വയസ്സായിട്ടുണ്ട്. ഇത് കൂർക്കം വലിയാണ് കണ്ടു തുടങ്ങിയത്. 4.5 വയസ്സാണ് അല്ലേ? അതെ അതെ അതെ. ശരി ശരി. പറഞ്ഞതുപോലെ മുതിർന്നവരിലും കുട്ടികളിലും ഇവരിൽ രണ്ടുപേരിലും കൂർക്കം വലിയുടെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. കുട്ടികളിൽ ഏറ്റവും കോമൺ കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ വായിക്കുക, താങ്കൾ ടോൺസിൽ എന്ന് കേട്ട് കാണും, ടോൺസിലിൻ്റെ വീക്കം എന്ന് കേട്ട് കാണും. കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ ടോൺസിലിൻ്റെ ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ് ഈ കൂർക്കം വലി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കോമൺ കോസാണ് ടോൺസിലിൻ്റെ ബാക്കിലുള്ള പോർഷൻ, അതായത് അഡനോയിഡ് എന്ന് പറയും. ഈ ടോൺസിലിൻ്റെയും അഡനോയിഡിൻ്റെയും വീക്കം കൊണ്ടാണ് കുട്ടികൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഈ കൂർക്കം വലി വരുന്നത്. താങ്കൾ ചെയ്യേണ്ടത് അടിയന്തരമായി തന്നെ ഒരു ENT സർജനെ ആദ്യം കാണിച്ചിട്ട് ഈ 2 നീക്കം ചെയ്ത് ഇപ്പോഴും കൂടുതലായിട്ടുണ്ട്. അഡനോയിഡ്സിന്റെ നോക്കിയിരുന്നു? നോക്കിയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അത് ആദ്യം കുറവുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും അതുപോലെ അതിന് മൂക്കടപ്പ് കൂടുതലാണെന്നാ പറയുന്നത്. കൂടുതലായിട്ട് ഇപ്പൊ വീണ്ടും ഉണ്ട്. അതായത് ആ ഭാഗത്തുള്ള ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമുള്ള സ്കാറിങ് ആയിരിക്കും ആ ഭാഗത്ത് വരുന്നത്. സ്കാറിങ് വന്നു തുടങ്ങിയാൽ വീണ്ടും ഈ കൂർക്കം വലി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരിക്കൽ കൂടി ENT സർജനെ ഒന്ന് കാണിച്ചിട്ട് കുട്ടികളുടെ എൻഡോസ്കോപ്പി ഉണ്ട്, നെയ്സൽ എൻഡോസ്കോപ്പി എന്ന് പറയും. അത്തരം ടെസ്റ്റുകൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഐഡിയ കിട്ടും. അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ENT സർജനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, കൂർക്കം വലിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ കാണപ്പെടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അഡൽസിൽ, അതായത് മുതിർന്നവരിലും കുട്ടികളിലും വ്യത്യസ്തമാണ്. കുട്ടികളുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും കോമൺ ആയിട്ടുള്ള ടോൺസിൽ നമ്മളെല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. ഒന്ന് ടോൺസിൽ വീക്കം വരുമ്പോഴാണ് ഈ കൂർക്കം വലി വരുന്നത്. മുതിർന്നവരിൽ കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് ഒബീസിറ്റി, അതായത് അമിതവണ്ണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഭാഗത്ത് ശ്വാസനാളത്തിൻ്റെ മസിൽസിൻ്റെ ഭാഗത്ത് അല്പം ഒന്ന് വീക്കം, ഈ ഒബീസിറ്റി ഉള്ളവർക്ക്, അമിതവണ്ണം ഉള്ളവർക്കാണ് അവിടെയുള്ള മസിൽസ് എല്ലാം വീക്കായിരിക്കും. അവർക്കാണ് വീണ്ടും സ്നോറിങ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മദ്യപാനികൾക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഈ ഭാഗത്തുള്ള എയർവേയിലുള്ള മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആയി പോകും. അതുപോലെ തന്നെ പുകവലിക്കുന്നവർക്ക് സ്മോക്കിംഗ് കൂർക്കം വലി കൂട്ടാനായിട്ട് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്.
പിന്നെ പലതരം മെഡിസിൻസ് ഉണ്ട്. നമ്മൾ പലരും ഉറക്ക ഗുളികൾ കഴിക്കുന്നവരുണ്ട്. ഈ ഉറക്ക ഗുളിക കഴിക്കുമ്പോഴും ഇതേ കാരണം തന്നെ പറ്റും. ആ മസിൽസ് എല്ലാം തന്നെ റിലാക്സ്ഡ് ആയി പോകും, വീണ്ടും കൂർക്കം വലി കൂടി വരികയും ചെയ്യും. ഈ കൂർക്കം വലി പൊതുവെ പല രോഗത്തിൻ്റെയും ലക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതെന്താണ് അങ്ങനെ വരാൻ കാരണം? കൂർക്കം വലി അല്ലെങ്കിൽ നമ്മൾ ഒരു കൂർക്കം വലിയുള്ള ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? കൂർക്കം വലി പല തരം അസുഖങ്ങളുടെയും ഒരു ലക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും കോമൺ എന്ന് പറഞ്ഞത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഉറക്കത്തിലുള്ള ഓക്സിജൻ ഇല്ലായ്മ. ഈ അസുഖത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് രാവിലെ സമയത്ത് അല്ലെങ്കിൽ പകൽ സമയത്ത് അമിതമായിട്ട് ഉറങ്ങുക. നമ്മൾ ഏതെങ്കിലും ഒരു ചെയറിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അറിയാതെ പതുക്കെ അങ്ങ് മയങ്ങിപ്പോവും, കണ്ണടഞ്ഞങ്ങ് പോകും. പിന്നീട് അത് സ്ലീപ്പ് ആപ്നിയയുടെ കോമൺ ലക്ഷണമാണ്. അതുപോലെ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പതുക്കെ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങും. അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അവിടെ ഇരുന്നങ്ങ് ഉറങ്ങും. ഈ അസുഖമുള്ളവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രൈവിംഗ് ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ്. ഒരല്പം ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കാറിനുള്ളിൽ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വെഹിക്കിളിനുള്ളിൽ ഇരുന്ന് അവർ ഉറങ്ങിപ്പോകും, ആക്സിഡൻസും വരും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് പ്രസന്നകുമാർ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. പ്രസന്നകുമാർ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സർ പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടെന്നുള്ള സ്ലീപ്പ് സ്റ്റഡി നടത്തിയായിരുന്നേ. അതെ. ഇതിങ്ങനെ കണ്ടുപിടിച്ചു. പിന്നെ ഞാനും CPAP മെഷീൻ ഇപ്പൊ ഉപയോഗിച്ചോണ്ടുമായിരിക്കുന്നത്. പക്ഷെ അത് ഉപയോഗിക്കുമ്പോ എനിക്ക് തൊണ്ടയ്ക്കകത്തൊക്കെ ഭയങ്കര വേദനയും പ്രശ്നങ്ങളും പിന്നെ ഭയങ്കര കിതപ്പാട്. ഇപ്പോഴും ഭയങ്കര കിതപ്പാട്. ഇപ്പൊ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ തന്നെ നല്ല ഒരു കിതപ്പ് പോലെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്റെ കണ്ണിനകത്ത് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട്. കണ്ണിനകത്ത് എപ്പോഴും ചോരച്ചിലും കാര്യങ്ങളും. പിന്നെ ചെവിക്കകത്ത് രണ്ടും അങ്ങനത്തെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ മിനിങ്ങാന്ന് എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല. മെഷീൻ അത് ഭയങ്കര സൗണ്ടും കാര്യം, വെള്ളം അതിനകത്തോടെ CPAP മെഷീൻ വന്നോണ്ട് ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഇത് ചെവിക്കകത്ത് രണ്ടും നീരാ, ചെവിക്കകത്തൊക്കെ നീരാ. അപ്പൊ ഇത് നമുക്കിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കുറയുവോ അതോ എത്ര നാൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും? മരുന്ന് കുറച്ച് മരുന്നുണ്ട്. പക്ഷെ ഇതിനുള്ള മരുന്നാണോ ആണെന്ന് അറിയാൻ മേല. BP ഉണ്ട്, നന്നായിട്ട് BP ഉണ്ട്. സ്ലീപ്പ് ആപ്നിയയുടെ ഒരു റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് ആണ് ഈ CPAP മെഷീൻ. താങ്കൾക്ക് തൊണ്ട ഉണങ്ങുന്നതാണോ ആദ്യം വരുന്ന ബുദ്ധിമുട്ട്? ഉണങ്ങുന്നതാണ്. അത് വെക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ കണ്ടമാനമായിട്ട് തൊണ്ടങ്ങ് വരണ്ട്, വായിക്കാത്ത വെള്ളം ഇല്ലാത്ത രീതിയിൽ തന്നെ അങ്ങ് വരണ്ടു പോകും. അത് നമ്മുടെ മൗത്ത് ബ്രീത്തിങ് എന്ന് പറയും. അതായത് വായിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നത് കൊണ്ടാണ് ഈ തൊണ്ടയിലെ ഉണക്ക് വരുന്നത്. ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യാറുണ്ടോ CPAPന്റെ കൂടെ? അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അതിനകത്തോട്ട് വരുന്നത്. പ്രഷർ സെറ്റിംഗ്സ് കറക്റ്റ് ആണോ? അതെ. അത് ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്. ഞാനിപ്പോ മഴക്കാലം ആയപ്പോഴത്തേക്ക് സ്വല്പം കൂട്ടി വെച്ചു. പക്ഷെ എന്നാലും അതിനകത്തൊരു പൊട്ടിക്കൊണ്ടിരിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര നാളായി ടെസ്റ്റ് ചെയ്തിട്ട്? ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ മാർച്ചിലാണ്. ഇപ്പൊ കഴിഞ്ഞ മാർച്ച് പോലെ ഞാൻ ആ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 മാസമാണ്. അതെ. താങ്കളുടെ പ്രഷേഴ്സ് പ്രോബബ്ലി ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുള്ള സമയമായി എന്നാണ് അത് കാണിക്കുന്നത്. എന്റെ ആ സ്ലീപ്പ് സ്റ്റഡി രണ്ടാമത്തെ സ്റ്റഡിയാണ്, ടൈട്രേഷൻ എന്ന് പറയുന്ന സ്റ്റഡിയെ ഒന്നും കൂടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ താങ്കളുടെ ഇപ്പോഴത്തെ പ്രഷർ, കറക്റ്റ് പ്രഷർ അറിയാൻ പറ്റും. അതിനുശേഷം ആ പ്രഷറിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് താങ്കൾക്ക് ചെയ്യേണ്ടത്. ഇത് പരിപൂർണ്ണമായിട്ട് മാറി കിട്ടുമോ ഡോക്ടറെ? നമുക്ക് CPAP എന്ന് പറയുന്നത് പ്രോബബ്ലി ജീവിതകാലം മുഴുവൻ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട ചികിത്സയാണ്. കാരണം അതൊരു ഓപ്പറേഷൻ അല്ല. നമുക്ക് അതൊരു മെഷീൻ മാത്രം, ഒരു പോസിറ്റീവ് പ്രഷർ തരുന്നു എന്നുള്ളൊരു മെഷീൻ മാത്രമാണത്. ഈ ഫീലിംഗ്സ് ഒന്നും പറ്റാത്ത ഇതുകൊണ്ട് തന്നെയാണ്. ഒരു ഫീലിംഗ്സും പറ്റത്തില്ല, സന്തോഷം പറ്റത്തില്ല, ദുഃഖം പറ്റത്തില്ല. തീർച്ചയായിട്ടും അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ളതാണല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണത്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കൂർക്കം വലിയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, കൂർക്കം വലി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് തുടങ്ങുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. കൂർക്കം വലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പലരും കൂർക്കം വലി എന്ന് പറയുമ്പോൾ അതൊരു രോഗമായിട്ട് കൺസിഡർ ചെയ്യത്തേയില്ല. ഉദാഹരണത്തിന് ഒരു ഭർത്താവിനോട് നമ്മൾ ചോദിക്കുകയാണ് കൂർക്കം വലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ റെസ്പോൺസ് എന്തായിരിക്കും? ഒരു ചിരിയായിരിക്കും. എനിക്കില്ല, ഞാൻ വലിക്കത്തില്ല എന്നായിരിക്കും ആദ്യം പറയുന്നത്. വൈഫായിരിക്കും പറയുന്നത് ഇദ്ദേഹം കൂർക്കം വലിക്കും, വർഷങ്ങളായി കൂർക്കം വലിക്കുന്ന ആളാണ് എന്ന്. പലർക്കും അതൊരു അസുഖമാണെന്ന് തന്നെ അറിയില്ല. പക്ഷേ കൂർക്കം വലി കൊണ്ടുണ്ടാവുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്ലീപ്പ് ആപ്നിയ കൊണ്ടുണ്ടാവുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഷുഗർ, വളരെ അൺകൺട്രോൾഡ് ആയിട്ട് തന്നെ ഇരിക്കും ഷുഗർ. അതേപോലെയാണ് BP. പല ആൾക്കാർക്കും BPയുടെ ഒരു ഗുളിക കഴിക്കും,
കൺട്രോൾഡ് ആകത്തില്ല. 2 ഗുളിക കഴിക്കും, 3 ഗുളിക കഴിക്കും, എന്നിട്ടും കൺട്രോൾഡ് ആകത്തില്ല. അവരുടെ ഫണ്ടമെൻ്റൽ കോസ് എന്ന് പറഞ്ഞാൽ ഈ സ്നോറിംഗ് ആണ്, അല്ലെങ്കിൽ സ്നോറിംഗ് കൊണ്ടുണ്ടാകുന്ന സ്ലീപ്പ് ആപ്നിയാണ്. അത് കറക്റ്റ് ചെയ്യാതെ അവരുടെ BP യുടെ അസുഖം കറക്റ്റഡ് ആകത്തില്ല. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ. അൺകൺട്രോൾഡ് ആയിട്ട് കൊളസ്ട്രോൾ കൂടി 200, 300, 400 ഇങ്ങനെ കൂടി ഇരിക്കും. എത്ര മരുന്ന് കഴിച്ചാലും കുറയത്തില്ല. പിന്നെ മറ്റൊരു അസുഖം തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട്. ഇതും നമ്മുടെ കൂർക്കമ്പലിയായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് അമിതവണ്ണം, ഒബീസിറ്റി. ഞാൻ പലരുടെയും കോമൺ കംപ്ലൈൻ്റ് ആണ്, ഞാൻ ആഹാരം കഴിക്കുന്നില്ല, വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, എന്നിട്ടും എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആ അസുഖം കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ വെയിറ്റ് ഇങ്ങനെ കൂടി വരുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് വിൽസൺ എന്നാണ്. ഞാൻ UK നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കൂർക്കംവലി എന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ചെറുതായിട്ട് മുതലേ എനിക്കിങ്ങനൊരു ശ്വാസം എടുക്കുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു മർമറിങ് പോലെയോ അല്ലെങ്കിൽ ഒരു കുറുകുറുപ്പ് പോലെ ഇങ്ങനെ സൗണ്ട് വരാറുണ്ടായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം കൂർക്കംവലി കുറച്ച് കൂടുതലാണ്. ഞാൻ റിലയൻസിന്റെ KDH ഹോസ്പിറ്റൽ ബോംബെയിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ന്യൂഹസിനൊരു ബെൻഡ് ഉണ്ട്, അത് പക്ഷെ സർജറി ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബട്ട് ഇത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, ഞാൻ അധികം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ബസ്സിൽ കിടന്നും മറ്റും അല്ലെങ്കിൽ നമ്മൾ കോച്ചിൽ കിടന്ന് നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ ഈ മറ്റുള്ളവർക്കൊക്കെ ഉള്ളത് ഒരു ഡിസ്റ്റർബൻസ്, പിന്നെ ഫാമിലിയിലുള്ളവർക്ക് ഒക്കെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസിനെ കുറിച്ചാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനിപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എന്താന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഡോക്ടറുണ്ട്, ഡോക്ടർ മറുപടി പറയാം. സാറിന് പകൽ സമയത്തൊക്കെ കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാറുണ്ടോ? എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വേറെ ഇപ്പം വിത്ത് റീസെന്റ് ബ്ലഡ് ടെസ്റ്റ് എനിക്ക് വേറെ ഒരു കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ഡയബറ്റീസ് എന്ന് മാത്രം ഉള്ള ഒരു ഇതും കുറച്ച് ഹൈ ഡയബറ്റീസ് ആണ്. അതിപ്പം that is something which is recently been which was identified. ഇത്രയും കാലം എനിക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. സാറിന്റെ സ്ലീപ്പ് സ്റ്റഡി ചെയ്തിരുന്നു നേരത്തെ? ഇല്ല, ചെയ്തിട്ടില്ല. അപ്പോൾ സാറിന്റെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് UK യിലാണ് സാർ, അല്ലേ? അതെ. അപ്പോൾ അവിടെ NHSന്റെ ഹോസ്പിറ്റൽസിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ സ്ലീപ്പ് സ്റ്റഡീസിന് ഒരു ഡേറ്റ് തരും. പ്രോബബ്ലി അവിടെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കാണാം. 3 മാസം 6 മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് കാണാം. അപ്പോൾ ആ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ സാറിനത് കൂർക്കംവലി സാറിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അറിയുകയും ചെയ്യാം. ഈ സ്ലീപ്പ് ആപ്നി എത്രമാത്രം ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം. അതിനുശേഷമാണ് അതിന് എന്ത് ചികിത്സ എടുക്കണം എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇത് സ്ലീപ്പ് ആപ്നി കൊണ്ട് ഇത് ആ ഒരു കണ്ടീഷൻ ആണോ അതോ എന്റെ ഈ നോസ് ബെൻഡായതിന്റെ? കാരണം നാസൽ പോളിപ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. നമ്മുടെ ശ്വാസനാളത്തിന്റെ ഏറ്റവും മേളത്തെ ഭാഗം മാത്രമാണ് ഈ മൂക്കെന്ന് പറയുന്നത്. മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള പോർഷനാണ് ഈ ശ്വാസനാളം എന്ന് പറയുന്നത്. അപ്പോൾ ആ മുഴുവൻ പോർഷനും കറക്റ്റഡ് ആണെങ്കിൽ മാത്രമേ താങ്കളുടെ ഈ കൂർക്കംവലി മാറുകയുള്ളൂ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഈ കോളർ പറഞ്ഞ പോലെ ധാരാളം പേർക്ക് മൂക്കിൻ്റെ പാലം വളയുന്നത് മൂലവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, കൂർക്കംവലി പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? മൂക്കിൻ്റെ പാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള ഒരു ട്രാക്റ്റാണ്, സിംഗിൾ ട്രാക്റ്റാണ്. ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ എവിടെ ഒരു ബുദ്ധിമുട്ട് വന്ന ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂർക്കംവലി വരാം, വൈബ്രേഷൻ ശബ്ദം വരാം, കൂർക്കംവലി വരാം. ആ ഒരു പോർഷനാണ് മൂക്കിൻ്റെ പാലം സാധാരണ നോർമലായി ഇരിക്കേണ്ടതിന് പകരം ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ അല്പം ബെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശ്വാസം അതുവഴി പോകുമ്പോഴേക്കും അവിടെ വൈബ്രേഷൻ വരും, പെട്ടെന്ന് കൂർക്കംവലി ശബ്ദം വന്നുകൊണ്ടേയിരിക്കും. കൂർക്കംവലിയുടെ വളരെ എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസമാണ് ഈ നേസൽ ബെൻഡ്. അത് മാത്രമേ ഉള്ളൂ എങ്കിൽ. പക്ഷെ അതല്ല, ഉള്ളിലേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് മാത്രം കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. ഈ കൂർക്കംവലി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൂർക്കംവലി ഒരു രോഗമാണെന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ, ഒന്ന് പകൽ സമയത്ത് ഉള്ള എക്സസീവ് ആയിട്ടുള്ള ടയേർഡ്നെസ്, പകൽ വെറുതെ ഇരിക്കുമ്പോൾ അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുക. അതുപോലെ തന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പ് എന്ന് പറയും. അല്പം ഒന്ന് ഉറങ്ങും, കൂർക്കംവലി ഉടനെ കൂർക്കംവലി തുടങ്ങും, കൂടി പാർട്ട്ണറോട് ചോദിച്ചാൽ അറിയാം, കൂടി വരും, പിന്നീട് കുറഞ്ഞു വരും, പിന്നീട് കുറച്ച് നേരത്തേക്ക് കാണത്തില്ല. ആ സമയത്ത് അവരെന്ത് ചെയ്യും? ചാടി എഴുന്നേക്കും, വീണ്ടും ഉറങ്ങും, വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പ്, അത് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് എപ്പോഴും ഈ കൂർക്കംവലി കൊണ്ടാണ് ഈ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് വരുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കോമൺ ലക്ഷണങ്ങൾ. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ
ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ജോയ്. എവിടെ നിന്നാണ്? സൗദി അറേബ്യയിൽ നിന്നാണ്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സർ പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ, എന്റെ പ്രശ്നം, ഞാൻ ഇത്തിരി തടിച്ച വ്യക്തിയാണ്. 10-20 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നതാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് കൂർക്കമ്പലി തന്നെയാണ് പ്രശ്നം. ഭയങ്കര ബാസോടുകൂടിയുള്ള കൂർക്കമ്പലിയാണ്. പിന്നെ അതിന് ഉറക്കമില്ല. ഇപ്പൊ ഈ റംദാൻ മാസം ആയതുകൊണ്ട് വെളുപ്പിന് 1 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയാലും ഒരു 3 മണിക്കൂറിന് ശേഷം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും. പിന്നെ BP ഉണ്ട്. എന്താണ് ഇപ്പൊ ഇതിനൊരു പ്രതിവിധി? ഞാൻ ഗൾഫിൽ വരുമ്പോൾ ഒരുപാട് ഭയങ്കര വെയിറ്റ് കൂടുതലാണ്. എനിക്ക് ഏകദേശം ഒരു 119 കിലോ വെയിറ്റും ഉണ്ട്. ആകെ ഒരു തകരാറിലായ അവസ്ഥയാണ്. എന്താണ് ഇപ്പൊ ഇത് ചെയ്യേണ്ടത് ഡോക്ടർ? ഞാൻ ഈ പറഞ്ഞതുപോലെ കൂർക്കമ്പലി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും കോമൺ അസുഖങ്ങളിൽ ഒന്നാണ് ഒബീസിറ്റി, അമിതവണ്ണം. താങ്കൾക്കുള്ള ഈ പറഞ്ഞ 119 കിലോ എന്ന് പറയുമ്പോൾ തന്നെ താങ്കളുടെ ഹൈറ്റിനുള്ളതിനേക്കാൾ വളരെ കൂടിയ വെയിറ്റ് ആയിരിക്കും താങ്കൾക്കുള്ളത്. ഈ ഒബീസിറ്റി കൂർക്കമ്പലി കൂട്ടുകയും ചെയ്യും. കൂർക്കമ്പലി അമിതവണ്ണം കൂട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു കൂടുതലായിട്ട് ക്ഷീണമുണ്ടെന്നും പറഞ്ഞു, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണെന്നും പറഞ്ഞു. ഇതെല്ലാം കാണിക്കുന്നത് കൂർക്കമ്പലി കൊണ്ടുണ്ട സ്ലീപ്പ് ആപ്നിയ എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത്. BP-യുടെ അസുഖമുണ്ട്? BP ഞാൻ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കുന്നുണ്ട്. നോർമലാണ്. അതായത് സ്ലീപ്പ് ആപ്നിയ കൊണ്ടുള്ള ബാക്കി അസുഖങ്ങളും താങ്കൾക്ക് വന്നു തുടങ്ങി. ഒബീസിറ്റി, BP-യുടെ അസുഖം, ഇതെല്ലാം വന്നു തുടങ്ങിയെന്നാണ് കാണിക്കുന്നത്. താങ്കൾ ചെയ്യേണ്ടത് അവിടെ അടുത്ത് എവിടെയെങ്കിലും പറ്റുന്നു, ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ, അതായത് സ്ലീപ്പ് സ്റ്റഡി എന്നാണ് അതിന് പറയുന്നത്. സാധാരണ ഹോസ്പിറ്റൽസിൽ രാത്രി കിടന്ന് ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആ ഡേറ്റ് എടുത്തിട്ട് സ്ലീപ്പ് സ്റ്റഡി നോക്കിയതിന് ശേഷം എത്രമാത്രം ആപ്നിയ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കൂർക്കമ്പലി അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്നവരുടെ BP-യും കൺട്രോൾ ഇല്ലാതെ തന്നെ പൊയ്ക്കൊണ്ട് BP-യുടെ, ഷുഗറിൻ്റെ, കൊളസ്ട്രോളിൻ്റെ, പിന്നെ തൈറോയിഡിൻ്റെ, ഈ 4 അസുഖങ്ങളും കൂർക്കമ്പലിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ട്, ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ? അത് അതിൻ്റെ കോസ് അനുസരിച്ചിട്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മൂക്കിൻ്റെ പാലം വളഞ്ഞതുകൊണ്ടാണ് കൂർക്കമ്പലി വരുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അതങ്ങ് മാറാം. അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ ടോൺസിൽ കൊണ്ടാണ് അല്ലെങ്കിൽ അഡനോയിഡ് കൊണ്ടാണ് വരുന്നതെങ്കിൽ അതൊരു ഓപ്പറേഷൻ നടത്തിയാൽ അതങ്ങ് മാറാം. ഒക്കെ കൂടാതെ തന്നെ മറ്റ് ചികിത്സകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യം ബിഹേവിയറൽ ചേഞ്ചസ് എന്ന് പറയും. അതായത് നമ്മുടെ വെയിറ്റ് ലോസ് നന്നായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നന്നായിട്ട് വ്യായാമം ചെയ്യുക, വെയിറ്റ് പരമാവധി കുറയ്ക്കാൻ നോക്കുക. പിന്നീടുള്ളത് പൊസിഷൻ. നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സുരേഷ് എന്നാണ്. തൃശ്ശൂരിൽ നിന്ന് വിളിക്കണം. സുരേഷ്, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സർ പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മകൾക്ക് 7.5 വയസ്സായി. ഹലോ, കേൾക്കാം സർ പറഞ്ഞോളൂ. 7.5 വയസ്സായി. അവൾക്ക് 2 വയസ്സിൽ അഡനോയിഡ് ഡിറ്റക്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഡിസംബറിൽ ഓപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഫ്ലൂട്ടിനൈസ് സ്പ്രേ ആണ് പഠിക്കുന്ന മൂക്കിൽ. നേസൽ സ്പ്രേ എടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ അവർക്ക് ആദ്യം ഈ പറഞ്ഞ കൂർക്കമ്പലി തിരിച്ചു വന്നതായിട്ട് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ വരുന്നത്? കുട്ടിക്ക് അലർജി അതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടോ? അമിതമായിട്ടുള്ള തുമ്മലായിട്ടോ മൂക്കൊലിപ്പായിട്ടോ? ആ പ്രോബ്ലം ഒന്നുമില്ല. കഴിഞ്ഞ മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് ഉറങ്ങിയിരുന്ന കുട്ടിയാണ്. സാധാരണ അതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ലോക്കൽ കോസുകളാണ് ആലോചിക്കുന്നത്. സാധാരണ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, ആ മൂക്കിലുണ്ടാകുന്ന വീക്കം, ശ്വാസനാളത്തിലുണ്ടാകുന്ന വീക്കമാണ് ഈ കൂർക്കമ്പലി ശബ്ദം ആ സമയത്ത് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഒന്നുകിൽ താങ്കളുടെ നേസൽ സ്പ്രേയുടെ അളവ് കൂട്ടുകയോ, ഇപ്പോൾ രാവിലെ എടുക്കുന്നു അല്ലെങ്കിൽ വൈകിട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ അളവ് കൂട്ടുകയോ, അല്ലെങ്കിൽ ആ മൂക്കിലുള്ള വീക്കം കുറയ്ക്കാനുള്ള മരുന്നുകൾ, ആൻറ്റി ഹിസ്റ്റമീൻസ് എന്ന് പറയുന്ന മരുന്നുകൾ കഴിച്ചു നോക്കുകയോ ചെയ്യുന്നതായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ, ഒന്നുകിൽ സ്ലീപ്പിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ENT സർജനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ENT സർജനിലാണ് അവള്. ഇനി അടുത്ത മാസമാണ് കാണേണ്ടത് ആക്ച്വലി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ രോഗം പിന്നീട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ? അഡനോയിഡ്, ഞാൻ ഈ പറഞ്ഞ പോലെ അഡനോയിഡ് നേരത്തെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് സ്കാറിങ് വരികയാണെങ്കിൽ
സ്കാർ ഒന്ന് വീക്കം വരികയാണെങ്കിൽ വീണ്ടും ഈ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. ടോൺസിലിനാണെങ്കിൽ ഇതേ ബുദ്ധിമുട്ടാണ്. സ്കാർ വരുവാണെങ്കിൽ വീണ്ടും ഈ ബുദ്ധിമുട്ട് തിരിച്ചു വരാം. അത് ENT സർജൻ ഒരു നെയ്സൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴേക്കും അവർക്കത് അറിയാനും പറ്റും. സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്നും പറയും അതിന്. അത് നോക്കുമ്പോഴേക്കും അവർക്കത് അറിയാനും പറ്റും. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂർക്കം വലിയെക്കുറിച്ചാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ 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 പറഞ്ഞോളൂ. സാറേ, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് ടിയാസ് എന്നാണ്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സർ പറഞ്ഞോളൂ. സാറേ, എൻ്റെ മകന് ഒരു 6 വയസ്സായിട്ടുണ്ട്. അവനിപ്പോ ഒരു 3-4 മാസമായിട്ട് കൂർക്കും പല്ലിയാണ്. രാത്രി ഭയങ്കര കൂർക്കും. അവന് ഒരു 60 മാസം വരെ അവനൊരു ഇത് ഉണ്ടായിരുന്നാണ്, മറ്റേ ബാൽഫീവർ അസുഖം ഉണ്ടായിരുന്നു. വ്യക്തമായില്ല, ഒന്നുകൂടി പറയാവോ? അതായത് അവന് 6 മാസമായിട്ട് ആദ്യത്തെ 6 മാസം അവന് ബാൽഫീവർ. ഹലോ, ചെറിയ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മൾ കൂർക്കം വലിക്കുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സ. രണ്ടാമത് പൊസിഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. പൊസിഷൻ എന്ന് പറഞ്ഞാൽ മലർന്ന് കിടക്കുമ്പോഴാണ് ഏറ്റവും സാധാരണമായിട്ട് കൂർക്കം വലി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്നത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഒന്നുകിൽ ഇടതുവശത്തേക്കോ അല്ലെങ്കിൽ വലതുവശത്തേക്കോ ചരിഞ്ഞ് കിടക്കുക. പലപ്പോഴും ചരിഞ്ഞ് കിടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ അറിയാതെ വീണ്ടും മലർന്നു പോകും. ചില രാജ്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഒരു ടെന്നീസ് ബോൾ എടുത്തിട്ട് ബാക്കിലങ്ങ് ഘടിപ്പിച്ച് വയ്ക്കും ഉറങ്ങുന്നവരുടെ. അതായത് ഇപ്പം സൈഡിൽ കിടക്കുമ്പോൾ കുഴപ്പമില്ല, നേരെ മലർന്ന് കിടക്കുകയാണെങ്കിൽ ബോൾ ബൗൺസ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ മറ്റൊരു സൈഡിലേക്ക് അങ്ങ് പോകും. അങ്ങനെയുള്ള പൊസിഷണൽ തെറാപ്പി വരെ പല രാജ്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ മദ്യപാനം, പുകവലി ശീലം ഉള്ളവരാണെങ്കിൽ അത് ആദ്യം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നീട് അതിൻ്റെ ചികിത്സാ രീതിയാണ് ഒന്ന് സർജറീസ്. ലോക്കൽ സർജറീസും എല്ലാം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. മൂക്കിൻ്റെ പാലം പറഞ്ഞതുപോലെ അതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. തൊണ്ടയ്ക്കകത്ത് സർജറീസ് ചെയ്യാറുണ്ട്. തൊണ്ടയിലുള്ള അമിതമായ ഫാറ്റ്, നാക്കിൻ്റെ ബാക്കിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് മാറ്റുക. യുവില എന്ന് പറയും, അണ്ണാക്കെന്ന് പറയും, അവിടെ കൂടുതലായിട്ടുണ്ട്. മസിൽസ് വീക്കം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് മാറ്റി കൊടുക്കുക. ഇതൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ്. അതുപോലെ തന്നെ ഡെൻ്റൽ ആപ്ലിക്കൻസ് ഉണ്ട്. പല്ലിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ച് വയ്ക്കും. ജോ പുറത്തേക്ക് തള്ളും, അത് ഘടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളും. ശ്വാസം പോകാനുള്ള സ്പേസ് കൂട്ടിക്കൊടുക്കും. കൂർക്കമ്പലി ശബ്ദം കുറയ്ക്കും. ഇതൊക്കെയാണ് സാധാരണമായിട്ട് ചെയ്യുന്നത്. പിന്നെ കൂർക്കമ്പലിയുടെ കൂടെ ഈ സ്ലീപ്പ് ആപ്നിയ ഉണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ സ്ലീപ്പ് ആപ്നിയ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ വരുന്നത്. ഒന്ന്, സ്ലീപ്പ് ആപ്നിയ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത് ഇവിടെ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്തിട്ടാണ് സ്ലീപ്പ് ആപ്നിയ ഡയഗ്നോസ് ചെയ്യുന്നത്. സ്ലീപ്പ് ആപ്നിയ ചെയ്യുന്നവർ രാത്രി, അതായത് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് രാത്രിയാകുമ്പോൾ ആ ദിവസം ഏത് ദിവസമാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നത് ആ ദിവസം ഹോസ്പിറ്റലിൽ സ്ലീപ്പ് ലാബിൽ അല്ലെങ്കിൽ സ്ലീപ്പ് റൂമിൽ സ്പെൻഡ് ചെയ്യുക. ടെക്നോളജിസ്റ്റ് നമ്മുടെ കൂടെ കാണും. നമ്മുടെ പല കാര്യങ്ങൾ, അതായത് ഹൃദയമിടിപ്പ് എത്രയാണ്, ശ്വാസം എത്രയാണ്, ബ്രെയിൻ എത്രയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ടെക്നോളജിസ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും സ്റ്റഡി കഴിയും. ആ ഒരു ദിവസത്തെ രാത്രിയിലുള്ള ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ, നമുക്കൊരു കോളർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ഹരിപ്പാട് സരസനാണ്. ഡോക്ടറുടെ ചോദിച്ചോളൂ. സർ പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഈ കൂർക്കം വരെ നമ്മളെ അറിയുന്നില്ല. രാത്രിയിലേക്ക് കിടക്കുമ്പോഴേ ഈ കൂർക്കം ഭയങ്കര ഇതാണെന്ന് എൻ്റെ മോളും ഭാര്യ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് ഇതേപ്പറ്റി അറിയുന്നില്ല. ഇതിന്റെ പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷെ ഇവർക്ക് ഈ ബുദ്ധിമുട്ട് പോലെ പറയുന്നു പറയും. പക്ഷെ അതിന്റെ അസ്വസ്ഥതയൊന്നും എനിക്കില്ല. സാറിൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണോ? ഇടയ്ക്കിടയ്ക്ക് ഉണരുകയോ അങ്ങനെ ചെയ്യാറുണ്ടോ? അതോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം കിട്ടാറുണ്ടോ? ഉറക്കം പൊതുവെ ഞാനൊരു പഞ്ചകർമ്മ തെറാപ്പിസ്റ്റും കൂടാണ്. അപ്പം വെളുപ്പിന് 4 മണിക്കൊക്കെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമിതമായിട്ടുള്ള വണ്ണമോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ, BP-യുടെയോ ഷുഗറിൻ്റെയോ അത്തരം അസുഖങ്ങളോ? ഷുഗറും പിന്നെ പ്രശ്നമൊന്നും എനിക്കില്ല. ഞാൻ അതെല്ലാം എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യുന്നതാണ്. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ? കൊളസ്ട്രോളിൻ്റെയോ? ഒന്നുമില്ല.
ഇതിന്റെ ഇടയ്ക്ക് കൊളസ്ട്രോളിന് കുറച്ച് മരുന്ന് കഴിച്ചു. അത് 280 അത് 1 മാസം കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ച് അത് 194 പിന്നെ നിർത്തുകയും ചെയ്തു. സാറിൻ്റെ ചെയ്യേണ്ടത് ഒന്ന്, ആദ്യം ശ്വാസനാളത്തിൻ്റെ പരിശോധനയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് എൻഡോസ്കോപ്പി എന്ന് പറയും. നേസൽ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്നാണ് പറയുന്നത്. അത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ശ്വാസനാളത്തിൽ എന്തൊക്കെ പ്രക്രിയകൾ നടക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ലീപ്പ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അത് നോർമലാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജാണ് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ലീപ്പ് സ്റ്റഡി, ഒരു ഡേറ്റ് എടുത്ത് സ്ലീപ്പ് സ്റ്റഡി ചെയ്തതിന് ശേഷം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് സാറിന് എടുക്കേണ്ടത്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയവും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.